ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈവനിങ് വ്ലോഗ് വേണം. കപ്പയും കക്കാറച്ചിയും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. കക്കാറച്ചി അപ്പോൾ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുക്കണം. വെള്ളം വേണ്ട കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മൂടി വേവിക്കാം. അതിനകത്ത് വെള്ളം വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് കപ്പ റെഡിയാക്കാം. കപ്പ നമുക്കത് കൊത്തി എരിയണം. ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എരിഞ്ഞ് നമ്മുടെ വായിലോട്ടും ഒക്കെ പോവും. എങ്ങനെയുണ്ട് കപ്പ എന്നൊക്കെ അറിയണ്ടേ? അങ്ങനെ അത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിലിടണം. കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്നിങ്ങനെ കുലുക്കിയിട്ട് വേണം നമുക്കത് അടുപ്പത്ത് വെക്കാൻ. അടുപ്പത്ത് വെച്ച് അടച്ച് വെക്കാം. കപ്പ ഉടനെ 2 വിസിലാവട്ടെ. അപ്പം കക്കാറച്ചി എന്തായാലും നോക്കാം. കക്കാറച്ചി അപ്പം വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. അടിയിലൊന്നും ഒട്ടും വെള്ളമില്ല. അപ്പം നമുക്ക് മാറ്റി വെക്കാം അവിടെ ഇരുന്ന്. അപ്പം കപ്പയുടെ വിസിലൊക്കെ കേട്ടു. കപ്പ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഊറ്റി വെക്കാം. അപ്പം അതവിടെ നിന്ന് വെള്ളം പോട്ടെ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാൽ നോക്കാം. വെളിച്ചെണ്ണ വേണം, കടുക്, കറിവേപ്പില, 2 സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, മീറ്റ് മസാല, കപ്പയും അപ്പം നമുക്ക് ഉണ്ടാക്കിയാൽ തുടങ്ങിയാലോ. ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. വായോ. അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നിളക്കിയതിന് ശേഷം കറിവേപ്പില ഇടുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കുക. എന്നിട്ട് പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതും ഇളക്കി പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് മീറ്റ് മസാല ഇടുക. ഗരം മസാല ഉണ്ട്, അതാണ് നല്ലത്. എൻ്റെ കയ്യിലില്ലാഞ്ഞു. പിന്നെ കുരുമുളക് പൊടി ഇട്ടു. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടുക. ഇനി അത് നല്ലപോലെ യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ കുഴമ്പ് പോലെയാകും. അപ്പോൾ കക്കാറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പിടിക്കാനായിട്ട് എളുപ്പത്തിൽ വേണം. കക്കാറച്ചി ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവട്ടെ കേട്ടോ. ആ കുരുമുളകും മീറ്റ് മസാലയൊക്കെ കക്കാറച്ചി കിടന്ന് അങ്ങോട്ട് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഒന്ന് ഉടച്ചിട്ടിടുമ്പം നമുക്ക് ഇളക്കാൻ മിക്സാക്കാൻ നേരെ അത്ര കുഴപ്പം വരികയില്ല. ഞാൻ ഉടച്ചായിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് കപ്പയും കക്കാറച്ചും കൂടെ മിക്സാക്കുക. അത് ഇതേപോലെ. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കപ്പയും കക്കാറച്ചിയും ഓക്കെ. ഇനി നമുക്കത് മൂടി വെക്കാം. അപ്പുറത്ത് ഞാൻ കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടേ. അങ്ങനെ ചായയും റെഡിയായി. അപ്പൊ പിന്നെ വെച്ച് താമസിക്കണ്ട. ചൂടോടെ കപ്പയും കക്കാറച്ചിയും കഴിക്കണ്ടേ. കണ്ടോ പ്ലേറ്റിന് പുറത്തിരിക്കുന്ന ഇല. എന്റെ കലാവാസന, എന്റെ കലാവാസന. ചൂട് ചായയും കപ്പയും കഴിക്കാലോ. എല്ലാരും പോരി.